to Learning for All. Learning today, leading tomorrow. ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ആങ്കർ മാനേജ്മെന്റ് ഇൻ കിഡ്സ്. എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മിക്ക മാതാപിതാക്കളും ഇപ്പോൾ നേരിടുന്ന ഒരു കാര്യമാണ് കുട്ടികൾ വളരെ ദേഷ്യം കാണിക്കുക, അലറി വിളിക്കുക, വാശി കാണിക്കുക. എന്തൊക്കെയാണ് ഇതിന്റെ പോംവഴികൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആങ്കർ മാനേജ്മെന്റ് ഇൻ കിഡ്സ്, അതിനുള്ള ടിപ്സ് നിങ്ങൾ കാണുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ ഡെവലപ്മെന്റ് ഏജിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ദേഷ്യം, വാശി, ടാൻട്രം. അതാദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ദേഷ്യപ്പെട്ടിരിക്കുന്ന കുട്ടികളോട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. കാം ഡൗൺ, നീ ദേഷ്യപ്പെടരുത്, നീ ശാന്തരായിട്ടിരിക്കെ, നിനക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല, നീ ചെറിയ കുട്ടിയല്ലേ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരിക്കലും നമ്മൾ ഇവരോട് ഇതേ ടോണിൽ സംസാരിക്കരുത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അത് ശരി, അപ്പൊ ദേഷ്യപ്പെടുന്നവർ ദേഷ്യപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്ന ഒരു കാര്യമാണ്. അവർക്ക് വൈകാരിക നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ദേഷ്യപ്പെടുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ അവരോട് കാം ഡൗൺ എന്ന് നമ്മൾ ദേഷ്യത്തിൽ പറയുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരോട് ഒരിക്കലും ദേഷ്യത്തോടെ സംസാരിക്കാതിരിക്കുക. നമ്മൾ അവരോട് കാമായിട്ട്, നമ്മൾ ശാന്തരായി നിന്നിട്ട് അവരോട് സംസാരിക്കുക. നമ്മൾ ദേഷ്യപ്പെടുന്നോറും അവർ മനസ്സിലാക്കുന്നത് ദേഷ്യപ്പെടുന്നതാണ് ഏറ്റവും നല്ല കാര്യം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന കൺസെപ്റ്റാണ് അവർക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് അവർക്ക് ഒരു അപ്രോപ്രിയേറ്റ് മോഡലാവുക. എങ്ങനെയാണ് ഇമോഷണൽ ബാലൻസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മോഡലായിട്ട് നമ്മൾ തന്നെ മാറുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ദേഷ്യപ്പെടുന്ന കുട്ടികളോട് നമുക്ക് എങ്ങനെ അങ്ങനെ കാമായിട്ടിരിക്കാൻ പറ്റുക? അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ദേഷ്യപ്പെടുന്നവരോട് ദേഷ്യപ്പെടണം, ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ അവരോട് സ്നേഹത്തോടെ സംസാരിച്ചു നോക്കി. ഞാൻ നിന്നോട് സംസാരിക്കുന്ന പോലെ പതിയെ സംസാരിക്കൂ. എന്താണ് മോളെ, അല്ലെങ്കിൽ എന്താണ് മോനെ നിന്റെ പ്രശ്നം? നീ പറയ്, നമുക്കൊന്ന് സംസാരിക്കാം. നീ ഇങ്ങനെ ഉറക്കെ സംസാരിച്ചാൽ ഇപ്പോൾ സംസാരിക്കണ്ട. ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവര് നിങ്ങളിൽ നിന്നും മനസ്സിലാക്കും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു മാതൃകയാകുക. നമ്മൾ പാരന്റ്സ് അല്ലാതെ ആരാണ് അവർക്ക് മോഡലാകുന്നത്? നമ്മളിലൂടെയാണ് അവർ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് കളിക്കാനുള്ള അവസരങ്ങളില്ല, അല്ലേ? കൂടുതൽ സമയം കാർട്ടൂൺ, വീഡിയോ ഗെയിം, മൊബൈൽ ഗെയിംസ്, അതിലാണ് അവർ കൂടുതൽ. നമ്മളൊക്കെ നമ്മളുടെ ചെറുപ്പകാലം എത്ര ആസ്വദിച്ചിരുന്നു, പുറത്തൊക്കെ കളിച്ചും ചിരിച്ചും, അല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. ഇങ്ങനെ പുറത്തൊന്നും കളിക്കാൻ പോകാൻ പറ്റാതെ ഇങ്ങനെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ കുട്ടികളുടെ ഒരു ഫ്രസ്ട്രേഷൻ വരും. ആ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം അവർ ദേഷ്യത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ നമ്മളുടെ കുട്ടികളെ കുറച്ചു നേരം പുറത്തൊക്കെ കളിക്കാൻ വിടുക. അത് അവർക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് എനർജിയും എല്ലാം നൽകും. പുറത്ത് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ വീടിന്റെ പുറത്ത് കുറച്ചു നേരം പ്രകൃതിയുമായിട്ട് ചെലവഴിക്കാൻ അവർക്ക് അവസരം നൽകുക. വീഡിയോ ഗെയിമിൽ തന്നെ ഇരിക്കാതെ അതിന് പ്രത്യേക സമയം നിശ്ചയിക്കുക. നമ്മൾ നമ്മളുടെ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഒരിക്കലും ഗാഡ്ജറ്റ് വാങ്ങിച്ചു കൊടുത്തും അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഫുൾ ടൈം കാണിച്ചുമല്ല. സ്ക്രീൻ ടൈം കുറയ്ക്കുക. കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിട്ട് അവർക്ക് കുറച്ച് സന്തോഷങ്ങൾ നൽകുക. ചില മാതാപിതാക്കൾ ചെയ്യുന്നതാണ് ദേഷ്യപ്പെടുന്ന കുട്ടികൾക്ക് ക്രൂരമായ ശിക്ഷകൾ കൊടുക്കുന്നത്. വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ ശിക്ഷിക്കരുത് എന്നല്ല പറഞ്ഞത്, ക്രൂരമായ ശിക്ഷകൾ നൽകുക, മുറിയിൽ അടിച്ചിടുക, ഒരുപാട് തല്ലുക, ഉപദ്രവിക്കുക, നീ എന്നോട് സംസാരിക്കണ്ട, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെയുള്ള മാനസിക പീഡനങ്ങൾ നൽകുക. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ലഭിക്കുന്ന മാനസിക പീഡനങ്ങൾ അവൾ വലുതായാലും അവരുടെ മനസ്സിൽ നിന്നും മായില്ല. നമ്മളുടെ കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നമ്മളുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കണം ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമായ ശിക്ഷകൾ നൽകണമെന്ന്. അങ്ങനെയുള്ള കുട്ടികളായിട്ടാണോ നമ്മളുടെ മക്കൾ വളരേണ്ടത്? ഒരിക്കലുമല്ല.
നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് ക്രൂരമായ ശിക്ഷകൾ നൽകാതിരിക്കുക. അതിനു പകരം അവർക്ക് ദേഷ്യം വരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റികൾ നൽകുക. കളർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, പെയിന്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പെയിന്റിംഗ് ബുക്സ് കൊടുക്കുക. കഥകൾ കേൾക്കാൻ, കഥകൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അവരുടെ ശ്രദ്ധ തിരിക്കാം. ഒന്ന് കുറച്ചു നേരം നടക്കാം. ചില പാരന്റ്സ് ചെയ്യുന്നതാണ്, അവരുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ, അവൻ ദേഷ്യക്കാരനാണ് കേട്ടോ, അവനോട് അധികം ഒന്നും സംസാരിക്കണ്ട, അവന് പെട്ടെന്ന് ദേഷ്യം വരും എന്നിങ്ങനെ ദേഷ്യക്കാരൻ എന്ന ഒരു ടാഗ് ലൈൻ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ മനസ്സിലാക്കും, ദേഷ്യപ്പെടുന്നത് എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ എന്തായാലും എന്നെ ദേഷ്യക്കാരനാണെന്ന് മനസ്സിലാക്കി, എന്നാ പിന്നെ ദേഷ്യപ്പെട്ടേക്കാം. അങ്ങനെ ഒരിക്കലും നമ്മളുടെ കുട്ടിയെ ദേഷ്യക്കാരനാണെന്ന് അവരുടെ മുന്നിൽ വെച്ച് ഒരിക്കലും പറയാതിരിക്കുക. നമ്മളുടെ കുട്ടികളെ അങ്ങനെ പറയുന്ന വഴി നമ്മൾ അവരുടെ തലയിൽ ആ ലേബൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മളുടെ കുട്ടിയെ ദേഷ്യക്കാരൻ എന്ന ലേബൽ കൊടുക്കാതിരിക്കുക. കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും വഴക്കൂടാതിരിക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് കണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ വളരുക. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാക്കി അവരുടെ മുന്നിൽ വെച്ച് വഴക്കൂടാതിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അത് കണ്ടായിരിക്കും അവർ മാതൃകയാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില കുട്ടികൾക്ക് ദേഷ്യം വരാനുള്ളൊരു കാരണമാണ് അവർക്ക് താഴെ കുറച്ച് കുട്ടികൾ വരിക. അതായത് ചെറിയ അനിയനോ അനുജത്തിയോ ജനിക്കുമ്പോൾ അവരിലേക്കാണ് ശ്രദ്ധ കൂടുതൽ, തനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന തോന്നൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ, സങ്കടം അത് അവർ പ്രകടിപ്പിക്കുന്നതായിരിക്കാം ദേഷ്യമായിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികൾ വരുമ്പോഴും മൂത്ത കുട്ടികളെയും ഒരുപോലെ ശ്രദ്ധിക്കുക. അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് നോക്കുക. നമ്മളായിരിക്കണം അവരുടെ വലിയ സുഹൃത്ത്. അവരോട് സ്ഥിരം സംസാരിക്കുക. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ചെറിയ കുട്ടികൾ വളരുമ്പോൾ അവരോടൊപ്പം തന്നെ ഈ കുട്ടിയെയും പാമ്പർ ചെയ്യുക. ചിലർ ചെയ്യുന്നത് കാണാം, ചെറിയ കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടികളോടുള്ള ലാളന കുറയുക. അത് അവർ നെഗറ്റീവായിട്ട് പ്രകടിപ്പിക്കും. അതുകൊണ്ടാണ് ചില കുട്ടികൾ, മൂത്ത കുട്ടികൾ ചെറിയ കുട്ടികൾ വരുമ്പോൾ അവർ ഉപദ്രവിക്കുന്നത്, അവരോട് ദേഷ്യം കാണിക്കുന്നത്. അതൊരിക്കലും അനിയനോടോ അനിയത്തിയോടോ ഉള്ള ദേഷ്യമായിരിക്കില്ല. അവന് കിട്ടാത്ത സ്നേഹം വേറൊരാൾക്ക് കിട്ടുന്നു എന്നൊരു തോന്നലായിരിക്കാം. ചില സ്ഥലങ്ങളിൽ മാതാപിതാക്കൾ അത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ വരുന്ന ആളുകൾ, നമ്മളുടെ ബന്ധുക്കൾ, അങ്ങനെയുള്ളവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ അവരെ വിലക്കുക. അങ്ങനെ സംസാരിക്കരുതെന്ന് പറയാം. നിന്നേക്കാളും ഇഷ്ടം അവനെയാണ്, ഇനി നിന്നെ ആരും സ്നേഹിക്കില്ല, എനിക്ക് നിന്നെ കാണണ്ട, നീ ഒന്നിനും കൊള്ളാത്തവൻ, അമ്മയ്ക്ക് അച്ഛനെ സ്നേഹിക്കാൻ ഇനി വേറെ ആളായാലോ, ഇങ്ങനെയുള്ള വാക്കുകൾ ചെറിയ മക്കളോട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇത്ര ക്രൂരമായ തമാശകൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുക? ഇത് നിങ്ങളും ചെയ്യാതിരിക്കുക, മറ്റുള്ളവരും ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. കുട്ടികളുമായി സമയം ചെലവഴിക്കുക. ഫാമിലി ടൈമാണ് ഏറ്റവും നല്ല റെമഡി. നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ കൂടെ ചെലവഴിക്കാനായിട്ട് നമ്മൾ അവസരം നൽകുക. സന്തോഷത്തോടെ മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടോ കഥകൾ പറഞ്ഞും കളിച്ചും എല്ലാം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുക. ചിലർ പറയുന്നത് കേൾക്കാം, കുട്ടികളോട് സ്നേഹം അധികം കാണിച്ചാൽ അവർ വഷളായി പോകും. എത്ര തെറ്റായ കൺസെപ്റ്റ് ആണിത്. നമ്മളുടെ കുട്ടികളോടുള്ള സ്നേഹം നമ്മളല്ലാതെ വേറെ ആരാണ് പ്രകടിപ്പിക്കുക? നമുക്ക് നമ്മളുടെ കുട്ടികളെ എത്ര ഇഷ്ടമാണെന്ന് നമ്മൾ പ്രകടിപ്പിച്ച് തന്നെ കാണിക്കുക. ഒരിക്കലും കുട്ടികൾ അത് കണ്ടു വഷളാവില്ല. എൻ്റെ അമ്മയ്ക്കും അച്ഛനും എത്ര സ്നേഹമാണ് എന്നോട്, അതൊരിക്കലും നഷ്ടപ്പെടരുത് എന്ന ഒരു രീതിയിലായിരിക്കും മക്കൾ അതിനെ എടുക്കുക. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ സ്നേഹം ഉള്ളിൽ വെക്കാതെ കുട്ടികൾ വഷളാവുമെന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ എത്ര സ്നേഹമുണ്ടോ ആ സ്നേഹം കാണിക്കുക. സ്നേഹിക്കുന്ന അച്ഛനമ്മമാരുടെ മക്കൾ എപ്പോഴും തിരിച്ചും സ്നേഹമുള്ളവർ തന്നെയായിരിക്കും. അങ്ങനെ നിങ്ങളുടെ കുടുംബം സന്തോഷപ്രദമാകട്ടെ. ഇനി വേറൊരു കാര്യം, നമുക്ക് നമ്മളുടെ കുട്ടികളെ മനസ്സിലാക്കുന്നതിനപ്പുറം വേറൊരാൾക്കും മനസ്സിലാവില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു നോർമലായിട്ടുള്ള വലിയ കുഴപ്പങ്ങളില്ലാത്ത കുട്ടികളെ പറ്റിയിട്ടാണ്. എന്നാൽ ചില കുട്ടികൾ നമ്മളുടെ ഈ കൺട്രോളിലൊന്നും നിൽക്കാൻ പറ്റാതെ വരും. ഈ പറഞ്ഞ ടിപ്സുകളോ നമ്മൾ സ്നേഹത്തിലൂടെ പറഞ്ഞു കൊടുത്താലോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായും ഡോക്ടറുടെ സഹായം തേടണം. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നോ, നാട്ടുകാർ എന്തു വിചാരിക്കുമെന്നോ, അവൻ്റെ ഭാവി എന്താകുമെന്നോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഒഴിവാക്കുക. ഡോക്ടറെ കാണുന്നതും കൗൺസിലിംഗ് ചെയ്യുന്നതൊന്നും വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ നിങ്ങൾ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയുള്ള ഓരോ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.